ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഫ്രിക്ഷന്റെ നാലാമത്തെ ന്യൂമറിക്കൽ ലെസൺ ക്ലാസ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലാസ്സോട് കൂടി ഞാൻ കണക്റ്റഡ് ബോഡീസിന്റെ ഫ്രിക്ഷൻ അവസാനിപ്പിക്കുകയാണ്. അതായത് എവിടെ നമുക്ക് കണക്റ്റഡ് ബോഡീസ് ഫ്രിക്ഷൻ ആണ് മോസ്റ്റ് ലൈക്ലി ചോദ്യം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ കണക്റ്റഡ് ബോഡീസ് ഫ്രിക്ഷൻ ആണ്. അത് കഴിഞ്ഞ് വെഡ്ജും ലാഡറും കൂടി ഉണ്ട്. വെഡ്ജും ലാഡറും ഭയങ്കര കോംപ്ലക്സ് കാര്യമൊന്നുമല്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ കണക്റ്റഡ് ബോഡീസ് ഈ ഒരു വീഡിയോയിൽ 2 പ്രോബ്ലത്തോട് കൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 2 പ്രോബ്ലവും ഞാൻ ഇവിടെ എൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഞാൻ വാല്യൂ ഒന്നും മാറ്റുന്നില്ല, കാരണം നിങ്ങൾക്ക് റെഫറൻസസിലും അത് യൂസ് ചെയ്യാം. കൺസെപ്റ്റ് മാത്രമായിരിക്കും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുക. സോൾവ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഓഫ്കോഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് അല്ലേ, ആദ്യം ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫിഗർ ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. 2 blocks connected by a horizontal link AB are supported on 2 rough planes. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ പ്ലെയിനിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂൾ ആണെങ്കിൽ നിങ്ങൾ ഫ്രിക്ഷൻ എടുത്ത് തന്നെ ചെയ്യണം. കാരണം അവർ ഒന്നെങ്കിൽ കോഎഫിഷ്യന്റ് ഫ്രിക്ഷനെ പറ്റി പറഞ്ഞിരിക്കും. പ്ലെയിനിനെ പറ്റി പ്ലെയിൻ റഫ് ആണോ സ്മൂത്ത് ആണോ എന്നും പറഞ്ഞിട്ടില്ല, കോഎഫിഷ്യന്റ് ഫ്രിക്ഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഫൈനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കും. ഇപ്പൊ ഇവിടെ 2 റഫ് പ്ലെയിൻസ്, 2 പ്ലെയിൻസും ഇരിക്കുന്നത്, 2 ബ്ലോക്സും ഇരിക്കുന്ന 2 പ്ലെയിനും റഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 സ്ഥലത്തും നമുക്ക് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം, ഫ്രിക്ഷന്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യാം. ചില കേസുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പ്ലെയിൻ റഫും ഒരു പ്ലെയിൻ സ്മൂത്തും എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത് പ്ലെയിനിന്റെ അവിടെ നമ്മൾ ഫ്രിക്ഷന്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, supported on 2 rough planes. ഫിഗർ ഉണ്ട്, ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നില്ല. The coefficient of friction between block A and surface is 0.4. Okay, the limiting അടുത്ത സെന്റൻസ് ആണ്. The limiting angle of friction for block B and the inclined surface is 15 degree. Okay, 15 degree. What is the minimum weight of A for which equilibrium can be achieved if the weight of B is 10 കിലോമീറ്റർ. ഓക്കെ, എക്സാമിന് ഞാൻ ഒന്നുകൂടെ പറയുന്നു, സീരീസ് എക്സാമിന് ഒന്നും ഇല്ല. ഞാൻ ഈ നിങ്ങളുടെ രാജനേഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ഇടില്ല, ഞാൻ വേറെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടത്തുള്ളൂ. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് സോഴ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റ് ഞാൻ ക്ലാസ് ചെയ്യിപ്പിക്കുന്ന ചോദ്യം തന്നെ ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബൈ ഹാർട്ടിൽ പഠിച്ചു വയ്ക്കും. അതുകൊണ്ട് വരും സീരീസ് എക്സാമുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് ഞാൻ ഈ ഫിഗറിലേക്ക് പോവാണ്. ഫിഗർ ഓക്കെ, ഇവിടെ ഹൊറിസോണ്ടൽ എപ്പോൾ വരച്ചാലും സ്റ്റാർട്ടിങ് ഓക്കെ, ഇവിടെ ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ സർഫസ് ഇരിക്കുന്നത്. എൻ്റെ ബോഡി എ ഇവിടെയാണ്. ബോഡി എ ബോഡി ബിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു ഹൊറിസോണ്ടൽ ബാർ കണക്റ്റഡ് ആണ്.
ഓക്കെ, ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇതെല്ലാം എൻ്റെ സർഫസ് ആണ്, ഫുൾ സർഫസ് ആണ്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ്റെ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി എക്ക് ഒരു സർട്ടേൺ വെയിറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. ബോഡി ബിയുടെ വെയിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കണമെങ്കിൽ എന്താണ് ആ ബോഡി എയുടെ വെയിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുവാണ്. ആദ്യം എയുടെ വരയ്ക്കുക. ഓക്കെ, എയുടെ വരയ്ക്കാം, അല്ല ബിയും കൂടെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് റെപ്രസെന്റ് ചെയ്തേക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ബി. അപ്പൊ നാച്ചുറലി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാൻ ശ്രമിക്കുക. എ എന്ന് പറയുന്ന ബോഡി താഴോട്ട് മൂവ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എ എന്ന് പറയുന്ന ബോഡി ഓൾറെഡി ഒരു ഹൊറിസോണ്ടൽ സർഫസിലാണ് ഇരിക്കുന്നത്. എ എന്ന് പറയുന്ന ബോഡിക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ നീങ്ങാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ബി എന്ന് പറയുന്ന ബോഡി ഒരു ഇൻക്ലൈൻഡ് സർഫസിലാണ് ഇരിക്കുന്നത്. അത് സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്, കാരണം ഗ്രാവിറ്റി താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ബി എന്ന് പറയുന്ന ബോഡി ഡെഫിനറ്റ്ലി താഴോട്ട് മൂവ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ ഞാൻ ബി എന്ന് പറയുന്ന ബോഡിയെ ആദ്യം ഞാൻ റിസോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബി എന്ന് പറയുന്ന ബോഡിയുടെ വെയിറ്റ് താഴോട്ട്, വെയിറ്റ് എന്ന് പറയുന്നത് 10 kN തന്നിട്ടുണ്ട്, എക്സാക്ട്ലി താഴോട്ട്. ബി എന്ന് പറയുന്ന ബോഡിയുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ടാൻജൻഷ്യൽ ആയിട്ട്, സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് മ്യൂ ഇൻറ്റു R1 എന്ന രീതിയിൽ R1 എന്ന് പറയുന്ന ഒരു നോർമൽ റിയാക്ഷൻ ഇവിടെ ഉണ്ടാവും. R1 എന്ന് പറയുന്ന ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ബി എന്ന് ഒരു മ്യൂ ഇൻറ്റു R1 എന്ന് പറയുന്ന ടാൻജൻഷ്യൽ ഫോഴ്സും ഉണ്ടാവും. ഓക്കെ, പിന്നെ എൻ്റെ റോപ്പ് കണക്റ്റഡ് ആണ്. റോപ്പിന്റെ ഫോഴ്സ് അത് ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നു. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി റോപ്പിന്റെ ഫോഴ്സ് ഞാൻ ടി എന്ന് വിളിച്ചു. അത് ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോവാണ്. അതായത് ബോഡി താഴോട്ട് സ്ലൈഡ് ചെയ്യാൻ നോക്കുന്നു, വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, സംശയമൊന്നുമില്ല. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആ കോണ്ടാക്ട് സർഫസിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ബോഡി ബി എന്ന് പറയുന്ന ബോഡി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകാൻ നോക്കും. അപ്പോൾ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. മ്യൂ ഇൻറ്റു R1 എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ എനിക്കുണ്ട്. സർഫസ് കൊടുക്കുന്ന ബോഡിയുടെ കോണ്ടാക്ട് ഏരിയയുമായിട്ട്, കോണ്ടാക്ട് പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ. ഓക്കെ, അതാണ് എൻ്റെ R1. ക്വസ്റ്റ്യനിൽ ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ല പറഞ്ഞിരിക്കുന്നത്, ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ 15 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ ഫൈ. മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ ഫൈ വെച്ചിട്ട് എനിക്ക് മ്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ടാൻ 15 വിച്ച് ഇസ് ഈക്വൽ ടു 4 × 268 ആണെന്ന് കിട്ടും. മ്യൂവിന്റെ വാല്യൂ കിട്ടി. R1 എനിക്ക് അറിഞ്ഞൂടാ, R1 അവിടെ നിന്നോട്ടെ. ഈ ടി എന്തുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോഡി നാച്ചുറലി ബി എന്ന് പറയുന്ന ബോഡി താഴോട്ടാണ് സ്ലൈഡ് ചെയ്യാൻ നോക്കുന്നത്, ആ ഇൻക്ലൈൻഡ് പ്ലെയിനിലോട്ട്. അപ്പൊ റോപ്പിനെ ഇങ്ങോട്ട് പുള്ള് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ആ പുള്ളിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി റോപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഫോഴ്സും കൊടുക്കും. അപ്പോൾ ബി എന്ന ബോഡിയുടെ ഫ്രീ ബോഡി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ടെൻഷൻ അകത്തേക്കും, എ എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ആസ്പെക്ട് നോക്കുമ്പോൾ ടെൻഷൻ അകത്തേക്കും. ഇന്റേണലി ആ റോപ്പ് ടെൻഷനിലാണ്. ഇനി എ എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഞാൻ വരച്ചാൽ അതിന്റെ വെയിറ്റ് താഴോട്ട് W എനിക്ക് അറിഞ്ഞുകൂടാ. നോർമൽ റിയാക്ഷൻ R2 മുകളിലോട്ട്, ടെൻഷൻ എന്ന് പറയുന്നത് ഉള്ളിലോട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുക. ഓക്കെ, ടെൻഷൻ ഉള്ളിലോട്ട് ആക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് അതും ടെൻഷന്റെ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്താൽ അവിടെ ഒരു അൺബാലൻസ് ക്രിയേറ്റ് ആവും. അപ്പൊ എന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് നാച്ചുറലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. എന്നാലേ ഇവിടെ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ബോഡി അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ബോഡി താഴോട്ട് സ്ലൈഡ് ആകുമ്പോൾ ടെൻഷന്റെ അതേ ഡയറക്ഷനിൽ എന്റെ ഫ്രിക്ഷണൽ ഫോഴ്സും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ബോഡി ഇടത്തോട്ട് നീങ്ങി പോകണം. അത് ഒരിക്കലും ലോജിക്കലി പോസിബിൾ അല്ല. അപ്പൊ ഇവിടുത്തെ എന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.4 ആണ്. 0.4 × R2 എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എടുക്കും. ഓക്കെ,
അപ്പോൾ എൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമായി. എനിക്ക് എ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എനിക്ക് R2 അൺനോൺ ആണ്, W അൺനോൺ ആണ്, T അൺനോൺ ആണ്. എനിക്ക് അവിടെ നിന്ന് എന്തായാലും ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ നാച്ചുറലി ആദ്യം എൻ്റെ ബി എന്ന് പറയുന്ന ബോഡിയുടെ ഇക്വിലിബ്രിയം ഇക്വേഷനിലേക്ക് ഞാൻ പോകണം. അവിടെ വരുമ്പോൾ എനിക്ക് R1 അൺനോൺ ആണ്, അതുപോലെ T അൺനോൺ ആണ്. രണ്ട് അൺനോൺസേ ഉള്ളൂ. എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ബി എന്ന് പറയുന്ന ബോഡിനെ ഒരു ജോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണ്. ഇൻക്ലൈൻഡ് സർഫസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ജോയിന്റ് ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ എൻ്റെ വെയിറ്റ് W താഴോട്ട്, എൻ്റെ ടെൻഷൻ ഉള്ളിലേക്ക് റൈറ്റ് സൈഡിലേക്ക്, എൻ്റെ ബോഡിയിൽ μR1 എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുക. അതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് 30 ഡിഗ്രി ഓൾറെഡി ഗിവൺ ആണ്. അപ്പം ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. എൻ്റെ ടാൻജൻഷ്യൽ ഫോഴ്സും ആ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി. ഇനി R1 എന്ന് പറയുന്ന എൻ്റെ റിയാക്ഷൻ ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അതെന്തായാലും എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയത് കാരണം ഇത് ഡെഫിനറ്റ്ലി 30 ഡിഗ്രി ആയിരിക്കും. എൻ്റെ R1 എന്ന് പറയുന്ന റിയാക്ഷൻ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇവിടെ റെസൊല്യൂഷനിലേക്ക് പോവുകയാണ്. റെസൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ മ്യൂ R1 cos 60 ഡിഗ്രി വലത്തോട്ട്, മ്യൂ R1 sin 60 ഡിഗ്രി. ഇനി R1നെ ഞാൻ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ 30 ഡിഗ്രി. അപ്പോൾ ഈ സൈഡിൽ R1 cos 30 ഡിഗ്രി, ഇവിടെ R1 sin 30 ഡിഗ്രി, R1 sin 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുക്കുന്നു. ഇവിടെ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ R1 ഇൻറ്റു 0.5 സൈൻ 30 ഡിഗ്രി ആയതുകൊണ്ട് അത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. അത് ഞാൻ ഇൻറ്റു 0.5. മ്യൂ എന്ന് പറയുന്നത് എനിക്ക് ഓൾറെഡി കിട്ടിയതാണ്. 0.268 ഇൻറ്റു R1 ഇൻറ്റു സൈൻ 60 ഡിഗ്രി. അതിന് വാല്യൂ ഉണ്ട്, ഞാൻ തൽക്കാലം അത് എഴുതുന്നില്ല. -10 ഈക്വൽ ടു 0. -10 ഈക്വൽ ടു 0. അപ്പോൾ എനിക്കിവിടെ R1 കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? 0.268 ഇൻറ്റു സൈൻ 60 ഡിഗ്രി പ്ലസ് 0.5. So 0.732 R1 is equal to 10. R1 is equal to 10 divided by R1 is equal to 13.65 kilonewton. R1 എത്രയാണ് കിട്ടി? R1 is equal to 13.65 kilonewton. അപ്പോൾ R1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൽ നിന്ന് T കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ? T കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ സിഗ്മ എഫ് എക്സ് എടുത്താൽ മതി. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കുമ്പോഴത്തേക്കും T പ്ലസ് മ്യൂ R1 cos 60 ഡിഗ്രി മൈനസ് R1 cos 30 ഡിഗ്രി ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ മ്യൂ എനിക്ക് വാല്യൂ ഉണ്ട്. R1 ഓൾറെഡി കണ്ടുപിടിച്ചു. 13.65 ഇൻറ്റു 0.268 ഇൻറ്റു cos 60 ഡിഗ്രി മൈനസ് 13.65 ഇൻറ്റു cos 30 ഡിഗ്രി. അപ്പോൾ T is equal to 10 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ T എന്ന് പറയുന്ന 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ് എനിക്ക് കിട്ടുക. അപ്പോൾ T കിട്ടി. അപ്പോൾ എൻ്റെ റോപ്പിലെ ടെൻഷൻ എത്രയാണ് എന്ന് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ടെൻഷൻ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ആവാൻ വേണ്ടി എനിക്ക് വേണ്ട W എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ബോഡി എയുടെ ഇക്വിലിബ്രിയം ഫ്രീ ബോഡിയിലേക്ക് പോവാം. ബോഡി എയിൽ ഞാൻ ആദ്യം സിഗ്മ എഫ് എക്സ് എടുക്കും ഈക്വൽ ടു 0. സിഗ്മ എഫ് എക്സ് എടുക്കുമ്പോൾ T എന്ന് പറയുന്നത് ഉള്ളിലേക്കും 0.4 R2 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കും -T പ്ലസ് 0.4 R2 is equal to 0. R2 is equal to 10 divided by 0.4. 10 divided by 0.4, 25. R2 is equal to 25 kilonewton. ഇനി സിഗ്മ എഫ് വൈ എടുത്തു കഴിഞ്ഞാൽ, ബോഡി എയുടെ സിഗ്മ എഫ് വൈ എടുത്തു കഴിഞ്ഞാൽ R2 മുകളിലേക്ക് W താഴോട്ട്. 25 minus W is equal to 0. അപ്പോൾ W is equal to 25 kilonewton. അതായത് ബോഡി എക്ക്
25 കിലോ ന്യൂട്ടൺ വെയിറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, ഇവിടെ റിസോൾവിങ് എല്ലാം വളരെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതിന്റെ കറക്റ്റ് ഡയറക്ഷണൽ റെപ്രസെന്റേഷൻ ശരിയായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ടിയുടെ ഡയറക്ഷൻ എടുത്തത് എങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അത് കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം, സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് ഒരു ഹൈയസ്റ്റ് എൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങളുടെ ആ മോഡൽ പേപ്പറിൽ കിടന്ന ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനാണ്. കണക്റ്റഡ് ബോഡീസിന്റെ ഏറ്റവും ഹയർ എൻഡ് ക്വസ്റ്റ്യൻ ഇതായിരിക്കണം, ഏറ്റവും വേസ്റ്റ് കേസ്. 2 planes AC and BC inclined at 60 degree and 30 degree to the horizontal meet at C. Figure ഉണ്ട്. A block of weight 2000 Newton rest on the inclined plane BC and is tied by a rope passing over a pulley. പുള്ളി ആക്ച്വലി ഫ്രിക്ഷൻലെസ് പുള്ളി എന്ന് വേണം പറയാൻ, എന്നാലേ അത് ടെക്നിക്കലി കംപ്ലീറ്റ്ലി കറക്റ്റ് ആവുള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞിട്ടില്ല. ശരിയായ ടേം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻലെസ് പുള്ളി എന്ന് തന്നെ പറയണം, ഫ്രിക്ഷൻലെസ് വെയിറ്റ്ലെസ് പുള്ളി എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ പുള്ളിയുടെ വെയിറ്റ് ഒക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓവർ എ പുള്ളി ടു എ ബ്ലോക്ക് weighing W newtons and resting on the plane AC. If the coefficient of friction between the block and plane is 0.3 and plane BC is 0.3 and that between the block and the plane AC is 0.2. Find the least. ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, ഞാൻ പറയാം. Find the least and greatest value for the equilibrium of the system. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീകോഡ് ചെയ്യാനുണ്ട്. ഞാൻ റെസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ റെസ്യൂം ചെയ്യാം. ഞാൻ ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഇവിടെ എനിക്ക് ഒരു ഇൻക്ലൈൻഡ് സർഫസ് 2 ഉണ്ട്. ഓക്കെ, ഈ സർഫസിന്റെ ഇൻക്ലിനേഷൻ 60 ഡിഗ്രിയാണ്, ഈ സർഫസിന്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ ഇവിടെ അതിന് മുമ്പ് ഇവിടുത്തെ ബോഡി, ഈ ബോഡിയുടെ വെയിറ്റ് ആണ് W. ഇത് ഒരു പുള്ളിയിലേക്ക് കണക്റ്റഡ് ആണ്. പുള്ളി ഇവിടെ 2000 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ബോഡി. ഓക്കെ, ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 0.2. ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ 0.3. ഇത് A, ഇത് C, ഇത് B. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ബോഡീസ് എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതിന് മുന്നേ ഞാൻ പറയുന്ന പോയിന്റ്, പുള്ളി എന്ന് പറയുന്ന സാധനം ഇതാണ്. ഒരു പുള്ളി, ഈ കിണറ്റിലൊക്കെ വെള്ളം കോരുന്ന പോലത്തെ സാധനം. ഈ പുള്ളി എന്ന് പറയുന്ന സാധനം ഫ്രിക്ഷൻലെസ് ആയിരിക്കണം, വെയിറ്റ്ലെസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ എല്ലാം കൺസിഡർ ചെയ്ത് മൊത്തം കോംപ്ലക്സ് ആക്കും. അത് അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യും.
അപ്പൊ ഇവിടെ ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യും, ഏത് ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യും എന്ന് പറഞ്ഞാലേ എനിക്ക് ഇവിടെ ഫ്രിക്ഷൻ തീരുമാനിക്കാൻ പറ്റും. അതാണ് ഇവിടെ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. ഡബ്ല്യു ആണോ താഴോട്ട് നീങ്ങാൻ പോകുന്നത്, 2000 ആണോ താഴോട്ട് നീങ്ങാൻ പോകുന്നതെന്ന് എനിക്ക് അറിയണം. അതിന് വെയിറ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യും. ഡബ്ല്യുവിന്റെ വെയിറ്റ് ചിലപ്പോൾ 2500 ന്യൂട്ടൺ ആണെങ്കിലും അത് താഴോട്ട് നീങ്ങണം എന്നില്ല. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ മാറാം. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇവിടെ നീങ്ങും, ഓഫ് കോഴ്സ് 60 ഡിഗ്രി ഒരു വലിയൊരു ആംഗിൾ ആണ്. ഡബ്ല്യു ചിലപ്പോൾ ഒരു 1800 ആണെങ്കിൽ തന്നെയും ചിലപ്പോൾ ഡബ്ല്യു ആയിരിക്കും താഴോട്ട് നീങ്ങുന്നത്. പക്ഷെ എനിക്കിത് ഒന്ന് 2000 ന്യൂട്ടണും ഒന്ന് ഡബ്ല്യുവും എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പില്ല ഇതിനകത്ത് ഏത് എങ്ങോട്ട് നീങ്ങുമെന്ന്. അത് ക്വസ്റ്റ്യനിലും ആ വ്യക്തത കൊടുത്തിട്ടില്ല. അപ്പൊ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ഡബ്ല്യു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് കേസ്, ലീസ്റ്റ് വാല്യൂ ഓഫ് ഡബ്ല്യുവും ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ഡബ്ല്യുവും when the system is in equilibrium. സിസ്റ്റം ഇക്വിലിബ്രിയം, അതായത് മൂവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നുള്ള നിമിഷം. അപ്പോൾ ഡബ്ല്യുവിന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഡബ്ല്യുവിനുണ്ടെങ്കിൽ ഡബ്ല്യു താഴോട്ട് നീങ്ങി തുടങ്ങും. അതാണ് ഡബ്ല്യുവിന്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ. ഒരു പർട്ടിക്കുലർ വാല്യൂ 2000 ന്യൂട്ടൺ താഴോട്ട് നീങ്ങി തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ ഉള്ള കറസ്പോണ്ടിങ് ഡബ്ല്യു വാല്യൂ ആണ് ലീസ്റ്റ് വാല്യൂ. അതായത് ഗ്രേറ്റസ്റ്റ് ഡബ്ല്യു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡിൽ ഡബ്ല്യു എത്തുമ്പോഴത്തേക്കും എന്റെ ഡബ്ല്യു താഴോട്ട് നീങ്ങി തുടങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷം. അതാണ് എന്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ഡബ്ല്യു. ഇനി 2000 ന്യൂട്ടൺ ആണ് താഴോട്ട് നീങ്ങാൻ പോകുന്നതെങ്കിൽ ആ നീങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള നിമിഷത്തിലുള്ള ഡബ്ല്യു വാല്യൂ ആണ് എന്റെ ലീസ്റ്റ് വാല്യൂ ഓഫ് ഡബ്ല്യു. അപ്പൊ രണ്ട് കേസ് എനിക്ക് ഇവിടെ എടുക്കണം. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കേസ് ഞാൻ ഇവിടെ കാണിക്കുള്ളൂ, രണ്ടാമത്തെ കേസ് നിങ്ങൾ ചെയ്യണം. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രേറ്റസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ഡബ്ല്യു കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അതേ അർത്ഥം ഡബ്ല്യു ട്രൈങ് ടു മൂവ് ഡൗൺ, ട്രൈങ് ടു സ്ലൈഡ് ഡൗൺ. അതാണ് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, സ്ലൈഡ് ഡൗൺ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഫ്രീ ബോഡി, കാരണം ഏത് ഡയറക്ഷനിലാണ് നമ്മൾ സ്ലൈഡ് എടുക്കാൻ പോകുന്നത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്രിക്ഷൻ ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡബ്ല്യു താഴോട്ട് നീങ്ങാൻ പോവുകയാണ് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബ്ല്യു താഴോട്ട് നീങ്ങുവാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഞാൻ റിസോൾവ് ചെയ്ത് ഫോഴ്സ് വരയ്ക്കാം. ആദ്യം തന്നെ എൻ്റെ നോർമൽ റിയാക്ഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നു, R1 എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ. ഡബ്ല്യു താഴോട്ട് നീങ്ങുമ്പോൾ ഫ്രിക്ഷൻ 0.2 R1 അല്ലെങ്കിൽ μR1 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീങ്ങണം. μR1 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീങ്ങുക എന്ന് മാത്രമല്ല, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് താഴോട്ട് ഡബ്ല്യു എക്സേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ റോപ്പിന്റെ ടെൻഷൻ എനിക്ക് അറിയണമെങ്കിൽ ഞാൻ ഡബ്ല്യു എന്ന് പറയുന്ന മൂവ്മെന്റ് വെച്ചിട്ടാണ്. റോപ്പിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ പുള്ളി ഈ സൈഡിലെ ടെൻഷൻ തന്നെയായിരിക്കും ഈ സൈഡിലെയും ടെൻഷൻ. കാരണം പുള്ളി ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്, പുള്ളി വെയിറ്റ്ലെസ് ആണ്, പുള്ളി ഫ്രിക്ഷൻലെസ് ആണ്. അപ്പൊ ടെൻഷൻ പുള്ളി അങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള ടെൻഷൻ അതുപോലെ തന്നെ അപ്പുറത്തോട്ട് ക്യാരി ഓവർ ആവും. അപ്പൊ ഡബ്ല്യു താഴോട്ട് നീങ്ങുമ്പോൾ ടെൻഷൻ അതിനെ ഒപ്പോസ് ചെയ്യാനായിരിക്കും നോക്കുന്നത്, അല്ലെ? ഡബ്ല്യു താഴോട്ട് നീങ്ങുമ്പോൾ ടെൻഷൻ അതിനെ ഒപ്പോസ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ ടെൻഷൻ വെളിയിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, ഗ്രേറ്റസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്തെ ടെൻഷൻ വെളിയിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. അതിന് രണ്ട് ലീസ്റ്റ് ആണെങ്കിലും ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ഞാൻ ആദ്യം ഇത് ഒന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും ഫോഴ്സുകളാണ് എനിക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിനെ ഇനി റിസോൾവ് ചെയ്യാൻ ഞാൻ ഇൻക്ലൈൻഡ് ആക്സിസിൽ തന്നെ ഇതിനെ ഞാൻ വരയ്ക്കാൻ പോവാം. ഓക്കെ, ഇൻക്ലൈൻഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ R1 എന്ന് പറയുന്നത് മുകളിലോട്ട്, T ഈ ഡയറക്ഷനിലോട്ട്, 0.2 R1 എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലോട്ട്, എൻ്റെ വെയിറ്റ് എന്ന് പറയുന്ന W വേർട്ടിക്കലി താഴോട്ട്. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആകുമ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, അപ്പോൾ ഇത് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ റിസോൾവ് ചെയ്യുമ്പോൾ W cos 60 ഡിഗ്രി താഴോട്ടും ഈ സൈഡിലോട്ട് W sin 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ W അൺനോൺ ആണ്, T അൺനോൺ ആണ്, R1 അൺനോൺ ആണ്. ഇവിടെ ഒന്നും കിട്ടൂല, അതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങനെ തന്നെ നിർത്തുക. ഓക്കെ, ഇനി
2000 ന്യൂട്ടന്റെ ഫ്രീ ബോഡി ഞാൻ വരയ്ക്കാൻ പോവാം. 2000 ന്യൂട്ടൺ. 3 അൺനോൺസ് അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് ഫ്രം ദ സ്റ്റാർട്ട് അറിയായിരുന്നു W അൺനോൺ ആണ്. ഞാൻ ജസ്റ്റ് എന്തായാലും അത് ഒന്നുകിൽ ഇത് ആദ്യം അല്ലെങ്കിൽ അത് ആദ്യം ഏതെങ്കിലും ചെയ്തേ പറ്റൂ. 2000 ന്യൂട്ടന്റെ വരയ്ക്കുമ്പോൾ ഇവിടെ W താഴോട്ട് നീങ്ങുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണക്റ്റഡ് ആണ്. ഇതാണ് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത. W താഴോട്ട് നീങ്ങുമ്പോൾ 2000 ന്യൂട്ടൺ മുകളിലോട്ട് നീങ്ങണം. അയ്യോ, ഞാൻ ഇയർഫോൺ വെച്ചില്ല. ഇതുവരെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും വിശ്വസിക്കുന്നു. 2000 ന്യൂട്ടൺ മുകളിലോട്ട് നീങ്ങണം അല്ലെ? 2000 ന്യൂട്ടൺ മുകളിലോട്ട് നീങ്ങുവാണെങ്കിൽ ഇവിടെ എന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഞാൻ ആദ്യം നോർമൽ റിയാക്ഷൻ വരയ്ക്കാം. ഇവിടെ R2 എന്ന് പറഞ്ഞ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. 2000 എന്ന് പറഞ്ഞ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. എന്റെ ബോഡി മുകളിലോട്ട് നീങ്ങുന്നു എങ്കിൽ എന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. മ്യൂ എന്ന് പറയുന്നത് 0.3 R2 എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലെ? 2000 ന്യൂട്ടൺ മുകളിലോട്ട് നീങ്ങുമ്പോൾ 0.3 R2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യണം. അപ്പൊ എന്റെ ടെൻഷൻ ഇവിടെ എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യപ്പെടുക? എന്റെ ടെൻഷൻ ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ ടെൻഷൻ ഇവിടെയും ഔട്ട്വേർഡ്സ് ആയിരിക്കും. മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലോട്ടായിരിക്കും ടെൻഷൻ. ഓക്കെ, കാരണം ഇത് ഒറ്റ പീസ് റോപ്പാണ്. അപ്പൊ ഒരു റോപ്പിൽ ഉണ്ടാവുന്ന ഫോഴ്സ് W താഴോട്ട് നീങ്ങുമ്പോൾ ഈ പുള്ളിനെ ഞാനിങ്ങനെ ഈ പുള്ളിയിലൂടെ പോകുന്ന റോപ്പിനെ ഞാനിങ്ങനെ നൂത്ത് വെച്ചു എന്ന് വിചാരിക്കാം, സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു എന്ന് വിചാരിക്കാം. W ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഇവിടെ നിന്ന് ടെൻഷൻ ഇങ്ങനെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ടെൻഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് എനിക്ക് വെളിയിലേക്ക് ആക്ട് ചെയ്യുന്നു. അതായത് റോപ്പിന്റെ കൂടെ ബോഡി മൂവ് ചെയ്യാൻ നോക്കുന്ന ഡയറക്ഷനിലേക്ക് തന്നെയാണ് എന്റെ ടെൻഷൻ ആക്ട് ചെയ്യുക. എന്നാലേ അത് ബാലൻസും ആവത്തുള്ളൂ. ടീനെ ബാലൻസ് ചെയ്യുന്ന ഡയറക്ഷനിലോട്ടായിരിക്കണം 0.3 R2 എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവേണ്ടത്. 2000 ന്യൂട്ടണിന്റെ വെയിറ്റിന്റെ കമ്പോണന്റും കൂടി ഉണ്ട്. നമുക്ക് റിസോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ ഇൻക്ലൈൻഡ് ആക്സിസ് തന്നെ വരയ്ക്കുന്നു. ഇവിടെ എനിക്ക് T, ഇവിടെ എനിക്ക് 0.3 R2, ഇവിടെ എനിക്ക് ഈ ഡയറക്ഷനിലേക്ക് R2. എന്റെ 2000 ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 2000 ന്യൂട്ടന്റെ ഈ ഒരു ആംഗിൾ ആണ് 30 ഡിഗ്രി. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി. കാരണം ഇവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്താൽ ഇത് 30 ഇത് 90, ഇത് 60 ഡിഗ്രി. അപ്പോൾ ഇത് 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ 2000 cos 30 ഡിഗ്രി, ഇവിടെ 2000 sin 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഈ ഒരു പെർട്ടിക്കുലർ ബോഡി ബിനെ വെച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. ബോഡി ബിയുടെ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം ഞാൻ എടുക്കുവാണ്. ഞാനിവിടെ ലോക്കൽ ആക്സിസ് എന്ന കോൺസെപ്റ്റിലാണ് റിസോൾവ് ചെയ്തിരിക്കുന്നത്. T എന്ന് പറയുന്നത് മുകളിലോട്ട്, അത് പോസിറ്റീവ്. ഇത് എടുത്താൽ അറിയാവൂ. 0.3 R2 എന്ന് പറയുന്നത് താഴേക്ക്, 0.3 R2 താഴേക്ക്, 2000 sin 30 ഡിഗ്രിയും താഴേക്ക്, മൈനസ് 2000 sin 30 ഡിഗ്രിയും താഴേക്ക്. ഇക്വേഷൻ 1. സിഗ്മ എഫ് വൈ എടുത്ത പോലെ സിഗ്മ എഫ് എക്സ് എടുക്കുന്നു. എഫ് എക്സില് R2 എന്ന് പറയുന്നത് വലത്തേക്ക്, അത് പോസിറ്റീവ്, മൈനസ് 2000 cos 30 എന്ന് പറയുന്നത് താഴേക്ക്, അത് നെഗറ്റീവ്, മൈനസ് 2000 cos 30 എന്ന് പറയുന്ന താഴേക്ക് നെഗറ്റീവ്, which is equal to 0, implies R2 is equal to 2000 cos 30. 1732 kilonewton. R2ന്റെ വാല്യൂ 1732 kilonewton കിട്ടും. 0.05 നെഗ്ലക്ട് ചെയ്യും. അതിൽ നിന്ന് എനിക്ക് T കണ്ടുപിടിക്കാം. ഇക്വേഷൻ 1 ഇട്ട് കഴിഞ്ഞാൽ into 0.3 plus 2000 into sin 30. So T equal to 1519.6 kilonewton എന്ന് കിട്ടും.
1519.6 kilonewton T ഉണ്ട്. ഈ T കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിനി ബോഡി ബിയുടെ ഇക്വിലിബ്രിയത്തിലേക്ക് പോവാം. ബോഡി ബിയുടെ ഫിഗർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ബോഡി ബിയുടെ ഇക്വിലിബ്രിയത്തിൽ ആദ്യം R1 T ഉണ്ട്. എനിക്ക് R1 ബോഡി ബി എന്ന് പറയുമ്പോൾ ബോഡി ബി അല്ല, W കിലോന്യൂട്ടൺ ഉള്ള ബോഡി ബി. അപ്പോൾ ഇവിടെ എനിക്ക് R1 അൺനോൺ ആയിട്ടുണ്ട്, W ഉണ്ട്, അതുപോലെ T ഉണ്ട്. എനിക്ക് T കിട്ടിക്കഴിഞ്ഞു. പിന്നെ 2 അൺനോൺസേ അവിടെ ഉള്ളൂ. എനിക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുക്കുന്നു. ബോഡി ബി അല്ലെങ്കിൽ W വെയിറ്റ് ഉള്ള ബോഡിയുടെ T വലത്തോട്ട് 0.2 R2 വലത്തോട്ട്. അപ്പോൾ വലത്തോട്ടുള്ളതിനെ ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. പ്ലസ് 0.2 R2 സോറി R1 ആണ് ഇതല്ലേ, 0.2 R1 മൈനസ് W sin 60 ഡിഗ്രി, W sin 60 ഡിഗ്രി ഈക്വൽ ടു 0. അപ്പോൾ എനിക്കിതിൽ നിന്ന് ഒരു ലീനിയർ ഇക്വേഷനായി ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. sin 60 0.866 W minus 0.2 R1 is equal to 1519.6. Okay, 0.866 W. അതുപോലെ സിഗ്മ FY is equal to 0 ഞാൻ എടുത്താൽ R1 മുകളിലേക്ക് W cos 60 താഴേക്ക്. അപ്പോൾ W cos 60 0.5 W നെഗറ്റീവ് പ്ലസ് R1 ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് R1 അത് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൈനസ് 0.5 W പ്ലസ് R1 ഈക്വൽ ടു 0. ഒരു ഇക്വേഷൻ, 2 ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് W കിട്ടും. സോൾവ് ചെയ്യട്ടെ. 0.866 minus 0.2 1519.6 minus 0.5 plus 1 0. ഓക്കെ, അപ്പോൾ എനിക്ക് W എന്ന് പറയുന്നത് 1983.81 കിലോന്യൂട്ടൺ കിട്ടി. 1983.81 കിലോന്യൂട്ടൺ. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് W ടു കീപ് ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് വാല്യൂ W എന്ന് പറഞ്ഞാൽ എനിക്ക് 2000 ന്യൂട്ടൺ താഴേക്ക് മൂവ് ചെയ്യും എന്ന കണ്ടീഷൻ എടുക്കുക. അപ്പോൾ എൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ഫ്രീ ബോഡി ഡയഗ്രാമിൽ എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എല്ലാം മാറും, പക്ഷെ റിസോൾവിങ്ങും പ്രോസസ്സും എല്ലാം സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കുക. അതിന്റെ വാല്യൂ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്, പക്ഷെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആ വാല്യൂ പറയാം. അതിന്റെ വാല്യൂ 497.31 ആണ് അതിന്റെ വാല്യൂ. ലീസ്റ്റ് വാല്യൂ ഓഫ് W എന്ന് പറയുന്നത് 497.31. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കണക്റ്റഡ് ബോഡീസിന്റെ ഫ്രിക്ഷൻ പ്രോബ്ലംസ് നമുക്ക് റാപ്പപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് ക്ലിയർ അല്ല, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് നിങ്ങളുടെ ചെയ്ത സ്റ്റെപ്സ് കാണിച്ചു വെച്ചിട്ട് ഞാൻ സ്ഥിരം പറയുന്ന രീതിയിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇതിനപ്പുറത്തേക്ക് ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ ചോദിക്കാൻ പറ്റൂല. നിങ്ങൾ ഇവിടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതാണ് ഏറ്റവും ക്രിട്ടിക്കൽ. കാരണം ഫ്രീ ബോഡി ഡയഗ്രാമിൽ നിങ്ങളുടെ ഡയറക്ഷൻ അസംപ്ഷൻ എവിടെയെങ്കിലും തെറ്റിയാൽ, ആംഗിൾ എവിടെയെങ്കിലും തെറ്റിയാൽ ഫുൾ ആൻസർ തെറ്റും. പിന്നെ സ്റ്റെപ്പിന് മാത്രമേ മാർക്ക് തരാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം ബാക്കി പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലെസൺ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ലെസണിൽ നമ്മൾ ladder friction start ചെയ്യും. Thank you.